അവിടെ എം പി രാജേഷിന്റെ പ്രശ്നം അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രശ്നം എന്താണ്? ഹോം ഡെലിവറി വേണ്ട എന്നുള്ളതല്ല. ഹോം ഡെലിവറി കൂടി അല്ല. പഠിക്കൽ ഞാൻ ഹസ്കർ ആ ഹോം ഡെലിവറിയിൽ കൂടെ വീട്ടിലേക്ക് ഈ പറഞ്ഞ മദ്യം എത്തുമെന്നും അല്ലെങ്കിൽ ഈ ഔട്ട്ലെറ്റുകളിൽ പോയി ക്യൂ നിൽക്കുന്ന എങ്ങനെ മോശമല്ലേ എന്ന് വിചാരിക്കുന്നവർ കൂടി വളരെ ഈസി ആയിട്ട് കിട്ടുമെന്നുള്ളതും, അല്ലെങ്കിൽ ഒരു കുപ്പി തീർന്നാൽ എന്നാ കയറി കിടന്നുറങ്ങാം എന്ന് വിചാരിക്കാതെ അടുത്ത കുപ്പിക്ക് ഓർഡർ ചെയ്യാൻ പറ്റുമെന്നുള്ളതും അല്ല എം പി രാജേഷിന്റെ പ്രശ്നം. എം പി രാജേഷിന്റെ പ്രശ്നം നാട്ടുകാരെന്ത് പറയുന്നുള്ളതാണ് പ്രശ്നം. സമൂഹം ഇപ്പം നവോത്ഥാനത്തിന് സമൂഹം പാകമാവട്ടെ എന്ന് പറയുന്നത് പോലെ സമൂഹം പാകമാവട്ടെ, അപ്പോൾ ഹോം ഡെലിവറി ആവാം എന്നാ മന്ത്രി പറയുന്നത്. ശാസ്കർ പ്രശ്നം എന്താണ്? മദ്യത്തിന്റെ ലഭ്യത ഇന്നുള്ളതിനേക്കാൾ കുറച്ചുകൊണ്ടുവരുന്ന മദ്യവർജനത്തിൽ അധിഷ്ഠിതമായ ഒരു നയമായിരിക്കും LDF സ്വീകരിക്കാൻ പോകുന്നത്. ഇന്ന് ലഭ്യമാകുന്ന മദ്യത്തിൽ ഒരു തുള്ളി പോലും അധികം ലഭ്യമാകാത്ത വിധത്തിൽ അതിനേക്കാൾ കുറയ്ക്കുന്ന നടപടികളാകും സ്വീകരിക്കുക എന്ന മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചതാണ് പ്രശ്നം. സർക്കാർ തിരുത്താവുന്നതേ ഉള്ളൂ. മദ്യവർജനമല്ല ഇടത് സർക്കാർ നയം. ഇടത് സർക്കാർ നയം റെസ്പോൺസിബിൾ ഡ്രിങ്കിംഗ് ആണ്, ഉത്തരവാദിത്ത മദ്യപാനമാണ് ഇടത് സർക്കാർ നയം എന്ന് തിരുത്തിയാൽ ഈ ധാർമ്മിക പ്രതിസന്ധിയുടെ പ്രശ്നമില്ല. ശാസ്കർ ഹാഷ്മി, 2016-ലും 2021-ലും ഇടതുപക്ഷത്തിൻ്റെ മാനിഫെസ്റ്റോയിൽ ഘട്ടം ഘട്ടമായി മദ്യവർജനമാണ് ഇടതുപക്ഷം കാംക്ഷിക്കുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ പുതിയ ലോകക്രമത്തിലാണ് നാം ജീവിക്കുന്നത്. ആ പുതിയ ലോകക്രമത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊണ്ടേ മതിയാവൂ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാതിൽപ്പടിയിലെത്തുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ സ്വാഭാവികമായും മദ്യം വീട്ടുപടിക്കലെത്തുക എന്ന് ബെഫ്കോയുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തെ അഡ്രസ്സ് ചെയ്യുന്നതും പുതിയ കാലഘട്ടത്തിലെ വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശം മാത്രമായിട്ടാണ് കാണുന്നത്. അതിൽ ഇടതുപക്ഷമോ ഗവൺമെൻറ്റോ ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ തീരുമാനം ഇക്കാര്യത്തിൽ എടുത്തിട്ടില്ല എന്ന് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യം വരുന്നതാണ്. അത് സമൂഹത്തിലെ വ്യത്യസ്ത തുറകളിൽപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമൂഹത്തിലെ വ്യത്യസ്ത സംഘടനകളെയും ഇക്കാര്യം ബോധ്യപ്പെടുത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിനുണ്ട്. ആ ഉത്തരവാദിത്വം ഒരു തവണ ഈ ബെഫ്കോ അപേക്ഷ പൂർണ്ണമായി തള്ളിയെങ്കിൽ പിന്നെയും ആ അപേക്ഷയുമായി ബെഫ്കോ വരുന്നതിന് പിന്നിൽ എന്താണ് കാരണം? ഒരു ആപ്പ് ഡെവലപ്പായിട്ടുണ്ട്. ആ ആപ്പ് എന്താണ് സർക്കാർ അംഗീകരിക്കുന്നില്ലെങ്കിൽ ആ ആപ്പ് നിലവിൽ വരും. ആ നിലവിൽ വരുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന രീതിയിൽ ഏത് ബെഫ്കോ ഔട്ട്ലെറ്റിൽ ഏത് ബ്രാൻഡ് മദ്യം വേണമെന്ന് നമുക്കതിൽ ബുക്ക് ചെയ്യാം, പണമടച്ച് ബുക്ക് ചെയ്യാം. അപ്പോൾ അവിടുന്ന് കൂപ്പൺ വരും, ഇന്ന സമയത്ത് ഇത്ര സമയത്ത് ഇന്ന ഔട്ട്ലെറ്റിലേക്ക് വാ, ഇന്ന സാധനം കൊണ്ടുപോ എന്ന് കൂപ്പൺ വരും. ആ കൂപ്പണുമായി പോയി സാധനം വാങ്ങിക്കാം. എന്നിട്ട് ആപ്പ് എന്തായാലും ലോഞ്ച് ആവാൻ പോവാ. അപ്പോൾ പടിപടിയായി അതിലേക്ക് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് എം പി രാജേഷ് പറയുന്നത്, എം പി രാജേഷ് സർക്കാർ ഇതിന് വിരുദ്ധമാണ്, അത് മദ്യ ഉപഭോഗം കൂട്ടുന്നൊരു സംഗതിയാണെന്നല്ലല്ലോ പറയുന്നത്. കോൺഗ്രസ്സുകാരെതിർക്കും, നാട്ടുകാരെതിർക്കും, യാഥാസ്ഥ്യ സമൂഹം എതിർക്കും. അതുകൊണ്ടാണ് നാട്ടുകാരെന്ത് പറയും എന്നതാണല്ലോ ആശങ്ക. അതാണ് ഞാൻ പറഞ്ഞത്. BN അസ്കർ, മദ്യവർജനം എന്ന് ഞങ്ങൾ പഴയകാലത്ത് വെറുതെ പറഞ്ഞതാണ്. അത് നടപ്പാകുന്ന ഒന്നല്ല. റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് ആണ് ഞങ്ങളുടെ പുതിയ നയം എന്ന് ഒറ്റവാക്കിൽ തിരുത്തി പറഞ്ഞാൽ മതി. അങ്ങനെയല്ലേ? നമുക്കറിയാലോ ഹാഷ്മി, ഇതിപ്പോൾ ഒരു തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. ഒരു പുതിയ നിർദ്ദേശം വരുന്നു. നമുക്ക് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, കേരളത്തിൻ്റെ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി നമുക്കറിയാവുന്നത് ഏറ്റവും കൂടുതൽ ധനാഗമന മാർഗം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടൂറിസം ഇൻഡസ്ട്രിയാണ്. സ്വാഭാവികമായി ടൂറിസം ഇൻഡസ്ട്രിയുടെ ഏറ്റവും നട്ടലായി നിൽക്കേണ്ടിയിരിക്കുന്നത് ഇത്തരം വിദേശ ടൂറിസ്റ്റുകളും ആഭ്യന്തര ടൂറിസ്റ്റുകളും വരുമ്പോൾ സ്വാഭാവികമായും അവർ ഒരു ആനന്ദത്തിനും ആനന്ദമാർഗങ്ങൾ തേടുന്നതിനും വേണ്ടിയിട്ടാണ് വരുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള ലഭ്യതകൾ, അവരുടെ സൗകര്യങ്ങൾ സംസ്ഥാനത്ത് ഒരുക്കേണ്ട ബാധ്യത ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് സംസ്ഥാന സർക്കാരിനുണ്ട്. അതൊരു വരുമാന സ്രോതസ്സാണ്. എന്റെ ചോദ്യം മദ്യവർജനമാണ് സർക്കാർ നയം എന്ന് 2014 VS അച്യുതാനന്ദൻ പറയുന്നു. ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് മദ്യനയം സുവ്യക്തമാണ്. മദ്യത്തിന്റെ ഉപഭോഗം ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവരികയും മദ്യവർജനം നടപ്പാക്കുകയുമാണ് ആ നയം. CPM ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി അടച്ച ബാറുകൾ തുറക്കുകയില്ലെന്ന് വ്യക്തമാക്കിയതും ഈ നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ എവിടെയാണ് ആശയക്കുഴപ്പം? സാക്ഷാൽ VS ആണ്. അടച്ച ബാറുകൾ തുറക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അത് ഉറപ്പായും ഇല്ല എന്ന് മറുപടി പറഞ്ഞ സീതാറാം യെച്ചൂരിയാണ്. ഇപ്പോൾ 10/6/2024 നിയമസഭാ മറുപടിയാണ് ഏറ്റവും ഒടുവിലത്തെ. അത് കഴിഞ്ഞും പുതിയ ബാറുകൾ ചിലപ്പോൾ അനുവദിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ശ്രീ TV ഇബ്രാഹിമിന്റെ ചോദ്യമാണ്, 2016 സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ സംസ്ഥാനത്ത് എത്ര ബാറുകൾ, ബിവറേജസ് ഔട്ട്ലെറ്റുകൾ ഉണ്ട് എന്ന് വിശദീകരിക്കാമോ? എം പി രാജേഷിന്റെ മറുപടി എന്താണ്? 2016 മുൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സംസ്ഥാനത്ത് 29 ബാർ ഹോട്ടലുകളും 306 ബിവറേജസ് ഔട്ട്ലെറ്റുകളും ഉണ്ടായിരുന്നു. 2016 ശേഷം സംസ്ഥാനത്ത് എത്ര ബാറുകൾ, ബിവറേജസ് ഔട്ട്ലെറ്റുകൾ എന്നിവ അനുവദിച്ചെന്ന് പറയാമോ? മറുപടി എന്താണ്? 2016 ശേഷം സംസ്ഥാനത്ത് 303 ബാറുകൾ പുതിയതായി അനുവദിച്ചു. കൂടാതെ ബിയർ വൈൻ പാർലറുകളായി മാറിയ 480 സ്ഥാപനങ്ങൾക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ബാർ ലൈസൻസ് പുതുക്കി നൽകി. 480 + 303 എത്ര ഹസ്കർ? 783. എത്രയാണ്? 29 നിന്ന് 783. കൂടാതെ മുൻ അബ്കാരി നിയമത്തിന്റെ ഭാഗമായി പൂട്ടിയ 78 ചില്ലറ വിൽപ്പനശാലകൾ തുറന്നു. പൂട്ടിയതൊക്കെ തുറന്നു. 175 ഔട്ട്ലെറ്റുകൾ പുതിയതായി അനുവദിച്ചു. മദ്യ വ്യവസായം ഇത്ര കണ്ട് പടർന്നു പന്തലിച്ച മറ്റൊരു കാലമില്ല. ഞാനതിൽ കുറ്റം പറയുന്നില്ല. പക്ഷേ അതിലൂടെ മദ്യവർജനം എന്ന വാക്ക് ആത്മാർത്ഥയില്ലാതെ പറയരുത്. അത്രയേ ഉള്ളൂ.
അങ്ങനെയല്ല. ഇതിപ്പോൾ മദ്യവർജനം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന്മേലാണ്. ലഭ്യത കൊണ്ട് വർജിക്കപ്പെടണമായിരുന്നു എങ്കിൽ അത് സ്വാഭാവികമായ ഒരു കാലഘട്ടത്തിൽ നടപ്പിലാക്കപ്പെടുക എന്ന് പറയുന്നത് അത് അസ്വാഭാവികമായി തന്നെ കാണേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ വരുന്നത്. 29 മദ്യശാലകൾ ഉണ്ടായിരുന്നിടത്ത് 700 ചില്ലുവനത്തിലേക്ക് മാറ്റം വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ആ സാഹചര്യം കൂടി പരിശോധിക്കപ്പെടണം. കേരളത്തിൽ ഇവിടെ ഒരു തുള്ളി മദ്യം അധികം നൽകില്ല എന്ന് പറഞ്ഞ് അധികാരത്തിലേക്ക് വന്ന സർക്കാരാണ് 780ലേക്ക്. അല്ല, അതാ പറയുന്നത്. ഈ പറയുന്ന ഒരു തുള്ളി മദ്യം അധികമായി കിട്ടില്ല എന്ന് പറഞ്ഞ് അധികാരത്തിലേക്ക് വന്ന സർക്കാരാണ്. എന്താണ്, പൂട്ടിയൊന്നും തുറക്കില്ല എന്ന് പറഞ്ഞ് അധികാരത്തിലേക്ക് വന്ന സർക്കാരാണ്. എന്റെ പ്രശ്നം ഞങ്ങളുടെ നയം ഈ മദ്യവർജനം ഇക്കാലത്ത് വർക്കൗട്ട് ആവുന്ന ഒരു നയമല്ല. ഞങ്ങളുടെ നയം അത് റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് ആണ് എന്ന് സർക്കാരിന് പറഞ്ഞുകൂടെ? എന്നിട്ട് ധൈര്യമായി ഹോം ഡെലിവറിയോ അല്ലാത്ത ഡെലിവറി നടത്തിക്കൂടെ? ഭാസ്കർ, എന്തിനാണ് ഭയം? അങ്ങനെയല്ല, അതിലിപ്പോൾ അത് ഇടതുപക്ഷത്തിൻ്റെ മൊത്തത്തിലുള്ള തീരുമാനം എടുക്കേണ്ട സാഹചര്യമുണ്ട്. ഇടതുപക്ഷം ഇപ്പോൾ മദ്യവർജനം അല്ല, അങ്ങ് പറയുന്നത് പോലെ ഉത്തരവാദിത്വ മദ്യപാനമാണ് ഇടതുപക്ഷത്തിൻ്റെ നയമെങ്കിൽ സ്വാഭാവികമായും അത് ഇടതുപക്ഷം കൂടിയാലോചിച്ച് ഇടതുപക്ഷത്തിലെ മുഴുവൻ ഘടകകക്ഷികളും കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അല്ലാതെ ഒറ്റയ്ക്കൊരു പാർട്ടിക്കോ ഏതെങ്കിലും ഒരു മന്ത്രിക്കോ തീരുമാനിക്കാവുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് വളരെ കൃത്യമായി, ഇപ്പോൾ നമുക്കറിയാലോ, കഴിഞ്ഞ 9 കൊല്ലത്തിനിടയിൽ ഏതെങ്കിലും ഈ കേരളത്തിൽ ഒരു വ്യാജ മദ്യ ദുരന്തം ഉണ്ടാവാത്ത സാഹചര്യം സൃഷ്ടിച്ചത് ഒരുപക്ഷെ ബീവറേജസ് ഔട്ട്ലെറ്റുകൾ കേരളത്തിൽ ഇത്രയധികം ഉള്ളതുകൊണ്ട് മാത്രമാണ്. നല്ല മദ്യം ലഭിക്കുന്നതിനും ആവശ്യക്കാർക്ക് അത് കൃത്യം സമയത്തിനുള്ളിൽ എത്തിക്കുന്നതിനും അവർക്ക് ലഭിക്കുന്നതിനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വ്യാജമദ്യ ദുരന്തങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കുന്നത്. അത്തരത്തിൽ വളരെ കൃത്യമായ ഇടപെടലുകൾ കരുതുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ രാസലഹരിയുടെ ഉപയോഗം കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. രാസലഹരിയുടെ ഉപയോഗം കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് അപകടകരം. അത് ലഭ്യത കൊണ്ടല്ല വരുന്നത്, വളരെ കൃത്യമായി സൂക്ഷ്മതലത്തിൽ അത് സമൂഹത്തിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്നതിന് ഇതിൻ്റെ കച്ചവടക്കാർക്കും ഇതിൻ്റെ വിതരണക്കാർക്കും കഴിയുന്നു എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുതകൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും വീര്യം കുറഞ്ഞ മദ്യം അടക്കം വിദേശ ടൂറിസ്റ്റുകൾക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോൾ, ആഭ്യന്തര ടൂറിസ്റ്റുകൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ, കേരളത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി വീര്യം കുറഞ്ഞ മദ്യം അടക്കം നൽകുക, അവർക്ക് വിദേശ നിർമ്മിതമായിട്ടുള്ള മദ്യം ലഭിക്കുക, വിദേശ നിർമ്മിതമായിട്ടുള്ള ബീറുകൾ ലഭിക്കുക, ഇതൊക്കെ കേരളത്തിൻ്റെ ടൂറിസം സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നതിനും കേരളത്തിൻ്റെ ടൂറിസം റവന്യൂ കൂടുതൽ. പക്ഷേ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഈ പറയുന്ന കാര്യമൊക്കെ നിൽക്കുമ്പോഴും ഞങ്ങൾ ഘട്ടം ഘട്ടമായി മദ്യത്തിന് ലഭ്യത കുറച്ചുകൊണ്ടുവന്ന് മദ്യവർജനം നടപ്പാക്കും എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ മദ്യവർജനം നടപ്പാക്കാൻ ജനകീയ പ്രസ്ഥാനം ഉണ്ടാക്കും.